പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചന്തുമോളെ വീട്ടിലോട്ട് കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടം ജലജയ്ക്കാണ്. അതുകൊണ്ട് ജലജ ഇടയ്ക്കൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട് ഈ കുട്ടി ആരുടേതാണ് എന്ന്. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട്, അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചോണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറയുവാണ്, അമ്മേ അച്ഛൻ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് കാശിക്കും രാമേശ്വരത്തിനൊക്കെ പോകാറില്ലേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി അതിനെന്താ ഇപ്പം പ്രാധാന്യം എന്ന് ചോദിക്കുമ്പം ജലജ പറയുവാണ്, അല്ല അങ്ങനെ പോയപ്പോഴെങ്ങാനും അച്ഛൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ ആ കുട്ടി എന്ന് പറഞ്ഞു തീർന്നില്ല. മുത്തശ്ശി ഞെട്ടിപ്പോവും. ഇങ്ങനെ ജലജയുടെ വായിൽ നിന്ന് വരുമെന്ന് ഓർത്തതല്ല, കരണം തീർത്തോർണം കൊടുക്കും. അന്നേരം അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ദേവേനെ കാണിക്കുവാണ്. നമ്മുടെ ആദർശ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ദേവേനെ അങ്കിളിന് ഒരു ടാറ്റു കൊടുത്തേ എന്ന് പറയുന്നു. മോള് ടാറ്റു കൊടുക്കുമ്പം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആദർശിന് ദേഷ്യമൊക്കെ വന്നുണ്ട്. ടാറ്റു ഒന്നും കൊടുക്കുന്നില്ല. അന്നേരം ദേവേനി നിനക്കൊരു ടാറ്റു കൊടുത്താൽ എന്താണ് ആദർശ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകണ ആദർശിനെയാണ് കാണിക്കുന്നത്. ഇത് കണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന നമ്മുടെ നയനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.